കോഴിക്കോട് വി.ഡി. സതീശന്റെ പോസ്റ്ററും ഫ്ലക്സും കരിയോയിൽ ഒഴിച്ച് നശിപ്പിച്ചു. DCC ഓഫീസിന് സമീപത്തുള്ള ഫ്ലക്സിലാണ് ഒരു വിഭാഗം കരിയോയിൽ ഒഴിച്ചത്. വി.ഡി. സതീശന്റെ മംഗലാപുരം യാത്രയെ വിമർശിച്ച് ഫ്ലക്സ് ഉണ്ട് താനും. സതീശന് അദാനി ഗ്രൂപ്പുമായി രഹസ്യബന്ധമുണ്ടോ എന്ന ചോദ്യമാണ് ഉള്ളടക്കം. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേർന്നു. ഷഹീദ്, KCയുടെ ഫ്ലക്സിന് നേരെ ഇവിടെ തിരുവനന്തപുരത്താണ് കരിയോയിൽ അഭിഷേകം ഉണ്ടായതെങ്കിൽ കോഴിക്കോട് ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് സതീശനാണ് എന്ന് മാത്രമല്ല സതീശന്റെ യാത്രകളെ സംബന്ധിച്ചൊക്കെ KC ക്യാമ്പിൽ നിന്നുള്ള ചില സംഗതികളുണ്ട്, അല്ലെങ്കിൽ ചില ആരോപണങ്ങളുണ്ട്. അവ കൂടി പ്രിന്റ് ചെയ്യപ്പെടുന്ന നിലയിൽ, അതായത് അത് ഫ്ലക്സായി നാട്ടുകാർക്ക് കാണുന്ന വിധത്തിൽ വെക്കുന്ന വിധത്തിലേക്ക് കൂടി കോഴിക്കോട് കാര്യങ്ങൾ വരികയാണോ? അഭിലാഷ്, ഇന്നലെ വൈകുന്നേരമൊക്കെ കോഴിക്കോട് നഗരത്തിൽ മാത്രമല്ല കോഴിക്കോടിന്റെ വിവിധ സ്ഥലങ്ങളിൽ, വടകര, കൊയിലാണ്ടി, പേരാമ്പ്ര ഉൾപ്പെടെ സ്ഥലങ്ങളിൽ വി.ഡി. സതീശന് അനുകൂലമായി വലിയ പ്രകടനങ്ങൾ നടന്നതാണ്, സാക്ഷ്യം വഹിച്ചാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി കോഴിക്കോട് DCC ഓഫീസിന് മുമ്പിൽ തന്നെ വി.ഡി. സതീശനെതിരെ ഫ്ലക്സ് ഉയർന്നിരിക്കുന്നതാണ്. അതായത് കിഷോർ ആൽവ, അതായത് കർണാടകയിലെ അദാനി ഗ്രൂപ്പിന്റെ പ്രസിഡന്റായി നിൽക്കുന്ന കിഷോർ ആൽവയുമായി വി.ഡി. സതീശൻ നടത്തിയ കൂടിക്കാഴ്ച വിവാദമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ അതിലെ ചില ദൃശ്യങ്ങളൊക്കെ പ്രചരിച്ചിരുന്നു. ഈ കൂടിക്കാഴ്ച വളരെ ദുരൂഹമാണ്. ഇത്തരം അദാനി ഗ്രൂപ്പുമായി രഹസ്യമായി എന്താണ് വി.ഡി. സതീശന് ബന്ധം എന്ന് തുടങ്ങി, വി.ഡി. സതീശന്റെ പ്രചാരണത്തിന് PR വർക്കിനൊക്കെ ഫണ്ട് നൽകിയത് അദാനി ഗ്രൂപ്പാണ് എന്ന് തുടങ്ങി അദാനി ഗ്രൂപ്പുമായി, അദാനി വ്യവസായ സംരംഭവുമായി കൂട്ടിക്കെട്ടി സതീശന്റെ പ്രതിച്ഛായ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഉള്ളൊരു നീക്കം ഇപ്പോൾ DCC ഓഫീസിന് മുമ്പിൽ ഫ്ലക്സായി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അല്പസമയം അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് DCC ഓഫീസ് സെക്രട്ടറി തന്നെ ആ ഫ്ലക്സ് അവിടെ നിന്നും അഴിച്ചു മാറ്റുന്നു നമുക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു മൊബൈൽ ദൃശ്യം കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. തൊട്ട് അരികെ, അതായത് DCC ഓഫീസ് കഴിഞ്ഞ് IHRD കോളേജ് ജംഗ്ഷൻ, അവിടെ ഇന്നലെയാണ് വി.ഡി. സതീശന് അനുകൂലമായി വലിയൊരു ഫ്ലക്സ് വി.ഡി. സതീശൻ അനുകൂലികൾ സ്ഥാപിച്ചത്. ആ ഫ്ലക്സിന് മുന്നിൽ കരിയോയിലും ഒഴിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് വി.ഡി. സതീശനെതിരെ ഇന്നലെ നടന്ന, അദ്ദേഹത്തിന് അനുകൂലമായി നടന്ന പ്രകടനത്തിന് മറുപടി എന്നോണം ഇന്ന് വി.ഡി. സതീശനെതിരെ DCC ഓഫീസിന് മുമ്പിലും അതിലെ പരിസരങ്ങളിലുമൊക്കെ അദ്ദേഹത്തിനെതിരെ ഫ്ലക്സ് ഉയരുകയും ഫ്ലക്സിൽ കരിയോയിൽ ഒഴിക്കുകയും ചെയ്ത് പ്രതിഷേധം മറുപക്ഷം ഉയർത്തുന്നു എന്നുള്ളതാണ് കോഴിക്കോട് ഇന്ന് കാണാൻ പറ്റുന്ന ഈ സിനാരിയോയിൽ ഏറ്റവും പുതിയ കൗതുകരമായ കാര്യം.